നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലെ ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്ന് റീഡിംഗ് കാണാം. പേജ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാതെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോ അവർ നിങ്ങളോട് ആ ഒരു സ്നേഹം ഇത് നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതോ, അല്ലെങ്കിൽ എത്രമാത്രം അവര് ഡീപ്ലി ഇതിൽ ഇൻവോൾവ്ഡ് ആണ് എന്നുള്ളതോ നിങ്ങളോട് പറയുന്നുണ്ടാവില്ല. നിങ്ങളോട് ആ ഒരു അത്രമാത്രം ഇന്റൻസിറ്റി അവര് ഈ റിലേഷന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കത് അവരുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ ബിഹേവിയറിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിൽ നിന്നോ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല കേട്ടോ. പക്ഷെ അവർ അത്രയും ഡീപ്പായിട്ട് ഈ റിലേഷനിൽ ഇൻവോൾവ്ഡ് ആണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. 5 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഈ റിലേഷനിൽ അവരെ എപ്പോഴും, അതായത് ചില സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് ഇടുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു, എന്നിട്ട് അവർ നിങ്ങളോടൊന്നും പറയാതെ വീണ്ടും മാറി നിൽക്കുന്നു, വീണ്ടും വരുന്നു. അങ്ങനെ നിങ്ങളെ ഈ റിലേഷനിൽ എപ്പോഴും പെയിൻഫുൾ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻ ആയിട്ടാണ് കാണുന്നത്. അവർക്ക് താല്പര്യം തോന്നുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയം തോന്നുന്ന സമയത്ത് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്ന സമയത്ത് അവർ ഈ റിലേഷനോട്ട് വരുന്നു, വീണ്ടും ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്നു. അങ്ങനെ ഒരു ക്ലാരിറ്റി തരാതെ ഈ റിലേഷനെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. 6 ഓഫ് കപ്സ് എനർജിയാണ്. ഈ റിലേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാവാം. അതായത് വർഷങ്ങളോളം നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകുന്ന റിലേഷനായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഒരു 5-8 വർഷത്തോളം നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന പേഴ്സൺസ് ആയിരിക്കാം. അപ്പൊ അത്രയും ഡെപ്ത് ഈ റിലേഷനിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത്രയും ഇമോഷണലി ഈ റിലേഷനിലോട്ട് നിങ്ങൾ അത്രയും ഇൻവോൾവ്ഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്നുള്ളത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴ് കുറച്ച് നാളുകളായിട്ടാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ലെസ് കോണ്ടാക്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. എന്തുകൊണ്ട് അവരിപ്പോ ഈ റിലേഷനിൽ ഇങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ള ഒരു വിഷമം നിങ്ങളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കിങ് ഓഫ് സോർഡ്സ് എനർജിയാണ്. ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിലൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം അവര് ഫിനാൻഷ്യലി ഓക്കെ അല്ല, അല്ലെങ്കിൽ അവർ കരിയർ വൈസ് ഓക്കെ ആയിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ അത് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ഫാമിലി ലൈഫിലോട്ട്, അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റിലോട്ട് കൊണ്ടുപോകാൻ ഇത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള ഒരു പേടി നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് അവരിപ്പം റിലേഷനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കാണെന്നാണ് കാണിക്കുന്നത്. ദ ഹയറോഫന്റ് എനർജിയാണ്. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു മാരേജിലോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷനിലോട്ട് വന്നതിന് ശേഷമായിരിക്കാം കൂടുതൽ സ്പിരിച്വലി കണക്റ്റഡ് ആയത്, ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേഴ്സൺ ഈ റിലേഷൻ ഒരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത റിലേഷൻ ആയിട്ട് കാണുന്നുണ്ട്. അവര് ഫ്യൂച്ചറിൽ ഒരു നിങ്ങളെയാണ് പാർട്ട്ണർ ആയിട്ട് അവരുടെ ലൈഫിൽ ഫിക്സ് ചെയ്തിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്യൂച്ചർ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കരിയർ ഗ്രോത്ത് അത് അവർക്ക് നിർബന്ധമാണ്, അല്ലെങ്കിൽ അത് നിർബന്ധമാണെന്നുള്ള രീതിയിലാണ് അവരിപ്പോ ഒരു ലെസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്നത്. അവരുടെ ലൈഫ് ഗ്രോത്തിലോട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയും ഡെത്ത് കാർഡും കാണിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജി കാണിക്കുന്നത് ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ അവരിപ്പം കരിയറിനാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് തന്നെയാണ് ഫോക്കസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതിലാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോ. അപ്പം അതുകൊണ്ടാണ് അവര് റിലേഷനിലോട്ട് ഇൻവോൾവ്ഡ് ആവാതെ നിൽക്കുന്നത്. അവര് ഒരു ലെസ് കോണ്ടാക്റ്റിലൊക്കെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങളോടോ ഈ നിങ്ങളോടുള്ള ഫീലിങ്സിലോ ഒന്നും വ്യത്യാസമുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യക്കുറവ് കൊണ്ടല്ല എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അതായത് അവരിപ്പോ തൽക്കാലത്തോട്ട് ഈ റിലേഷൻ ഇങ്ങനെ ഒരു സ്റ്റോപ്പ് ആയ പോലെ നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിലും ഇവിടെ ഈ റിലേഷനിൽ ഒരു റീബർത്ത് ഉണ്ടാവും, ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവുന്നതായിട്ടാണ്. ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആവും. ഇപ്പം അവരുടേതായ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ
ഇപ്പോ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവും, ഇവര് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നില്ല, പഴയ പോലുള്ള ആ ഒരു ബോണ്ടിങ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇവർക്ക് എന്നെ വേണ്ടാതായി, അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻ വന്നു എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട സിറ്റുവേഷൻ ഇല്ല, ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവും തന്നെയാണ് കാണിക്കുന്നത്. കിങ് ഓഫ് വാൻസ് എനർജിയാണ്. അവരൊരു ദൃഢനിശ്ചയത്തിലാണ്, അതായത് അവര് ആഗ്രഹിക്കുന്ന പൊസിഷനിലോട്ട് അവർ എത്തിയേ മതിയാവും എന്നുള്ള ഒരു തീരുമാനത്തിലാണ്, ഒരു ലക്ഷ്യബോധത്തോടു കൂടി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. അപ്പോ റിലേഷനിലോട്ട് ഇൻവോൾവഡ് ആയി നിൽക്കുമ്പോൾ അവർക്ക് അതൊരു കംപ്ലീറ്റ്ലി അവർ ഫോക്കസ് ചെയ്യുന്ന ലക്ഷ്യത്തിലോട്ട് അവർക്ക് ഇൻവോൾവഡ് ആവാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവരിപ്പം മാറി നിൽക്കുന്നത്, ഒരു അകൽച്ച വെച്ചിട്ടുള്ളത് എന്ന് കാണിക്കുന്നത്. അവരാഗ്രഹിച്ച ലക്ഷ്യം നേടി, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹിച്ച ലക്ഷ്യത്തിലോട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സിറ്റുവേഷൻ ആണ്. അത് നേടിയെടുത്തതിന് ശേഷം മാത്രമേ അവർ കൂടുതലായിട്ട് റിലേഷനിലോട്ട് ഇൻവോൾവഡ് ആയി വരുള്ളൂ. പക്ഷെ അത് നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. 9 ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷന്റെ കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ഒരുപാട് ചിന്തിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഈ റിലേഷൻ നഷ്ടപ്പെട്ടോ, അത് ഇനി ഇത് മുന്നോട്ടുണ്ടോ, ഇത് ഇവിടെ വെച്ച് എൻഡ് ആയി പോയ റിലേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിങ്ങൾ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അത്രയും ഓവർ തിങ്ക് ചെയ്യേണ്ട, നെഗറ്റീവ് തിങ്കിങ്ങിലോട്ട് പോകേണ്ട സിറ്റുവേഷൻ ഇല്ലാന്ന് തന്നെ കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്ത് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാതിരിക്കുക കേട്ടോ. ദ ടവർ മൊമെന്റ് ആണ്. ഇവിടെ ഒരു എൻഡിങ്, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു ആഘാതം പോലെ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് വരുന്നതായിട്ടാണ്. ചിലർക്ക് ഇതൊരു എൻഡിങ്ങിലോട്ട് പോകുന്ന രീതിയിൽ ഒരു പ്രശ്നം വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു പ്രശ്നം വരുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഒരു കമ്മിറ്റ്മെന്റിലോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ രണ്ട് ഫാമിലിയും അറിഞ്ഞ് ഇതൊരു മാരേജിലോട്ട് പോവാൻ, അല്ലെങ്കിൽ ഇപ്പം മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് ശേഷമായിരിക്കും നിങ്ങൾ തമ്മിലുള്ള റിലേഷന്റെ കാര്യം കുറച്ചുകൂടി സ്ട്രെങ്തൻ ആയി വരുന്നത്. നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ആ ഒരു സ്നേഹം മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നം വന്നതിന് ശേഷം ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. സൈലൻസ് എന്ന് കാണിക്കുന്നുണ്ട്. അവരിപ്പോ സൈലന്റ് ആയിട്ട് മാറി നിൽക്കുവാണ്, അവരുടേതായ കാര്യങ്ങളിലോട്ട് ഇൻവോൾവഡ് ആയി മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത്. ഹോപ്പ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. അവർക്ക് ഈ റിലേഷനിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാവും എന്നുള്ള ഹോപ്പ് ഉണ്ട്. ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി എടുക്കാൻ അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഫ്യൂച്ചർ ആണ് അവര് ഈ റിലേഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നും കാണിക്കുന്നുണ്ട് കേട്ടോ. അഫ്രൈഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു അഫ്രൈഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയാണ്. നിങ്ങൾ അത്രയും പേടിക്കുന്നുണ്ട്, ഈ റിലേഷൻ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു പേടി നിങ്ങളെ നന്നായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ അത്രയും വിഷമിപ്പിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. ചിലർക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവരെ ഇടയ്ക്കൊരു ലെസ് കോണ്ടാക്റ്റിലോട്ട് വരുന്ന ഒരു എനർജിയാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന ഒരു സിറ്റുവേഷൻ എന്തായാലും നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ റിലേഷനിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്, എന്താണ് ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾ ആളോട് പറയുക, എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്, എന്താണ് നിങ്ങൾ ഈ റിലേഷനെ കൊണ്ട്, നിങ്ങൾ എന്താണ് ഫ്യൂച്ചറിൽ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഏത് രീതിയിലാണ്, ഇവിടെ ഈ റിലേഷൻ നിങ്ങൾ ഇങ്ങനെ ലെസ് കോണ്ടാക്ട് ആയി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഓപ്പൺ ആയിട്ട് ചോദിക്കുക എന്നുള്ളതാണ് കേട്ടോ. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ റിലേഷനിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പ് കൂടി സീക്ക് ചെയ്യണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ആയില്യം, അവിട്ടം, ചിത്തിര, അശ്വതി, 1985, ലെറ്റർ സി,
ഉത്രാടം, ചതയം, അനീഴം, ജനുവരി, ഒക്ടോബർ, പൂരം 1997, 1991, പുണർദം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.